കോഴിക്കോട് എരമംഗലം കോമത്തുചാലിൽ കരിങ്കൽ ക്വാറിക്കെതിരെ ജനകീയ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരത്തിൽ പങ്കെടുത്ത കുട്ടികളെ ദേഹാസ്വസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്ന് സമരസമിതി അറിയിച്ചു. കഴിഞ്ഞ 22 ദിവസമായി കോഴിക്കോട് എരമംഗലം കോമത്തുചാലിൽ കരിങ്കൽ ക്വാറിക്കെതിരായി നടക്കുന്ന ജനകീയ പ്രതിഷേധമാണ് ഇന്ന് സംഘർഷഭരിതമായത്. ക്വാറി നടത്തിപ്പിനെതിരെ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് ലോറി അടക്കം തടഞ്ഞുവെച്ചുകൊണ്ട് നാട്ടുകാർ സമരം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. പ്രതിഷേധിച്ച സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 39ഓളം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതിനിടെ സമരത്തിൽ പങ്കെടുത്ത 2 കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാലുശ്ശേരി, കോക്കല്ലൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചത്. വെയിലേറ്റ് അവശരായതിനെ തുടർന്നാണ് കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായത്. ക്വാറിയിൽ നിന്നുള്ള മണ്ണും കല്ലും ജനവാസ മേഖലയ്ക്കടുത്ത് തന്നെ കുന്നുകണക്കെ കൂട്ടിയിട്ടത് സമീപത്തെ വീടുകൾക്ക് ഭീഷണിയായിരിക്കുകയാണ്. കനത്ത മഴ പെയ്താൽ മണ്ണും കല്ലും കുത്തിയൊഴുകി താഴെയുള്ള വീടുകളിലേക്കും കിണറുകളിലേക്കും എത്തുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അളവിൽ കൂടുതൽ പാറ പൊട്ടിക്കുന്നത് മൂലം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പുറമെ കിണറുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയും പാറ പൊട്ടിക്കുന്ന പ്രകമ്പനം മൂലം കുട്ടികൾ ഞെട്ടിവിറയ്ക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ മല ഇടിച്ചു നിരത്തി അവർ ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപാടും മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇന്ന് പോലീസ് വന്ന് വനിതാ പോലീസ് അടക്കം വന്നിട്ട് കുഞ്ഞുങ്ങളെ ക്രൂരമായി തന്നെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് ഇനിയും മുന്നോട്ട് സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ നയിക്കാൻ പോകുന്നത്. 10-15 ദിവസമായി ഞങ്ങൾ ഈ പന്തലൊക്കെ ഓടിൻ്റെ ചൂടും വണ്ടിൻ്റെ ഇതെല്ലാം കൂടി അടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടത്. എന്നിട്ട് പോലും ഇന്നത്തെ ഒരു ദിവസം ഒരു 3-5 വണ്ടിക്ക് ബസ്സിന് ആൾ വന്നിട്ട് പോലീസുകാർ വന്നിട്ട് പിഞ്ചു മക്കളെ റോഡ് മേലെ ഇരുന്നെടുത്തുനിന്ന് വലിച്ചാ കൊണ്ടുപോയി. ഈ പോലീസുകാർക്കില്ല മക്കൾ 22 മേലെ കുട്ടികളെ 18 വയസ്സ് താഴെയുള്ളവരെ 5 വയസ്സ് തികയാത്ത മക്കളെ അടക്കം ഇന്ന് പോലീസുകാർ വലിച്ചഴിച്ചോണ്ടാ പോകുന്നത്. എനിക്ക് 2 കൈയും വേദനയാ വലിച്ചഴിച്ച്. എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചു വെച്ചതാ. ഓർക്കൊന്നും ഒരു നിയമവും ഇല്ല. ഹൈക്കോടതി വിധി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്ത് ഹൈക്കോടതി വിധിയുള്ള? ഞങ്ങളുടെ ജീവന് വിലയില്ലാത്ത എന്ത് ഹൈക്കോടതി വിധി എവിടെയുള്ളത്? റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ പതിയാത്ത തെരഞ്ഞെടുപ്പ് സമയത്താണ് ക്വാറി നടത്തിപ്പുകാർ ക്വാറിയിൽ നിന്നുള്ള മണ്ണും കല്ലും നീക്കം ചെയ്ത് ജനവാസ മേഖലയ്ക്കടുത്ത് നിക്ഷേപിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ക്വാറിയിൽ നിന്നും കരിങ്കല്ല് കയറ്റി പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയ ടിപ്പർ ലോറി നാട്ടുകാർ തടഞ്ഞുവെച്ചിരുന്നു. എന്നാൽ കോടതി അനുമതിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ക്വാറി ഉടമകളുടെ വാദം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.